ഒരു മാസം നീണ്ട വ്രതാനുഷ്ഠാനത്തിനു ശേഷം ഗൾഫ് മലയാളികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. മതകാര്യ മന്ത്രാലയം മലയാളികൾക്കായി അനുവദിച്ച ഈദ് നമസ്കാരം ഫുട്ബോൾ ക്ലബ്ബ് സ്റ്റേഡിയത്തിൽ പ്രശസ്ത മതപണ്ഡിതനും പ്രാസംഗികനുമായ ഉസൈൻ സലഫി നേതൃത്വം നൽകി. മതപ്രബോധനം നടത്തേണ്ട ഖുത്ബയിൽ വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗവും വിപണനവും നടക്കുന്നതിൽ അദ്ദേഹം ഉത്കണ്ഠ രേഖപ്പെടുത്തി. ലഹരിയില്ലാതെ ഒരാഘോഷമോ എന്ന് ചിന്തിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, രാജ്യത്തൊട്ടാകെ ലഹരി ചർച്ചയായി മാറുകയാണ്. മയക്കുമരുന്നിന്റെയും ലഹരിയുടെയുമൊക്കെ മേമ്പൊടിയില്ലാതെ എന്ത് ആഘോഷങ്ങളാണ് എന്നാണ് ചെറുതലമുറ അതല്ലെങ്കിൽ പുതുതലമുറ ആലോചിച്ചുകൊണ്ടേയിരിക്കുന്നത്. എത്ര കുറഞ്ഞ അളവിൽ ഉപയോഗിക്കുന്നതും ഇസ്ലാം വിരോധിച്ചല്ലോ. മാ അസ്കറ കസീറുഹു, അധികം ഉപയോഗിച്ചു കഴിഞ്ഞാൽ ലഹരി ഉണ്ടാക്കുന്ന ഏതെല്ലാം വസ്തുക്കളുണ്ടോ ഫഖലീലുഹു ഹറാം, അതിലെ ഏറ്റവും ഒരു ചെറിയ അളവ് പോലും നിഷിദ്ധമാണ് എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള നിയമം. അതുകൊണ്ട് ആ നിയമത്തെ പാലിച്ചുകൊണ്ട് മദ്യത്തോടും മയക്കുമരുന്നുകളോടും വിട പറയുന്ന ഒരു സമൂഹം നമ്മുടെ രാജ്യത്തുണ്ടാകണമെങ്കിൽ അതിനാവശ്യമായ നിലക്കുള്ള മുൻകരുതലുകൾ നമ്മൾ മുഴക്കുന്ന തക്ബീറുകളിലുണ്ട്. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് 1985 നടപ്പിലാക്കിയ നാർക്കോട്ടിക് ആക്ട് ഭേദഗതി വരുത്തി കർക്കശവും കഠിന ശിക്ഷ ലഭിക്കുന്ന തരത്തിലേക്ക് മാറ്റം വരുത്തണമെന്ന് ഭരണാധികാരികളോട് അദ്ദേഹം അഭ്യർത്ഥിച്ചു. രാവിലെ 6:30 തുടങ്ങിയ ഈദുൽ ഫിത്തർ നമസ്കാരത്തിന് ആയിരക്കണക്കിന് മലയാളികൾ പങ്കാളികളായി. UTV ന്യൂസ്, പാലക്കാട്.